വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിനിരയായ പാറശാല സ്വദേശി ഉൾപ്പെടെയുള്ള 10 അംഗ സംഘം ഖസാക്കിസ്ഥാനിൽ ദുരിതത്തിൽ. കേരള തമിഴ്നാട് അതിർത്തിയിലെ ട്രാവൽ ഏജൻസി വഴി കിർഗിസ്ഥാനിലേക്ക് പോയവരാണ് തട്ടിപ്പിനിരയായി മറ്റൊരു രാജ്യത്ത് കഴിയുന്നത്. എന്റെ മോനെ എനിക്ക് കിട്ടിയാൽ മാത്രം മതി. എനിക്ക് വേറൊന്നും ചെയ്യണ്ട. രണ്ടാമക്കളെ കഴിഞ്ഞ മാസം 15-നാണ് പാറശാല മുറിയത്തോട്ടം സ്വദേശി വിപിൻ വിജയകുമാർ ഉൾപ്പെടെയുള്ള സംഘം കിർഗിസ്ഥാനിലേക്ക് തിരിച്ചത്. ഖസാക്കിസ്ഥാനിൽ വിമാനമിറങ്ങുമ്പോൾ കാറിൽ റോഡ് മാർഗം കിർഗിസ്ഥാനിൽ എത്തിക്കുമെന്നായിരുന്നു ഏജന്റുമാരുടെ വാഗ്ദാനം. എന്നാൽ ഇവിടെ എത്തിയ ഇവരെ ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയത്. 2 ദിവസത്തിനുള്ളിൽ മറ്റൊരു വാഹനത്തിൽ കിർഗിസ്ഥാനിൽ കൊണ്ടുപോകുമെന്നും അറിയിച്ചു. 1 മാസം കഴിഞ്ഞിട്ടും ഏജൻസി ജീവനക്കാർ ആരും വന്നില്ല. ഡൽഹിയിൽ നിന്ന് 15-ാം തീയതി നമ്മൾ കയറി ഇവിടെ 15-ാം തീയതി കസക്കിസ്ഥാൻ എന്ന രാജ്യത്തെത്തിയതാണ്. ഞങ്ങൾ പോകാനുള്ളത് കിർഗിസ്ഥാനിലാണ്. ഇവിടെ നിന്ന് വണ്ടി മാർഗം വഴി കൊണ്ടുപോകാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1 മാസം ഇന്ന് 6 ദിവസമായി. അപ്പൊ ഇവിടുത്തെ ഈ റൂമിന്റെ ഓണർ വന്നിട്ട് നമ്മുടെ പേരിൽ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്രയും നാളായി ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായി, 1 മാസത്തിന് മേളിലായി. എന്നിട്ടും ഇയാൾ ഫോണേ എടുക്കുന്നില്ല. നമ്മളെ ഫോൺ അറ്റൻഡ് ചെയ്യില്ല ആരുടെയും. ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പൊ നമ്മുടെ അവസ്ഥ. 14 ദിവസത്തേക്ക് കസാക്കിസ്ഥാനിൽ താമസിക്കാനുള്ള വിസയാണ് ഇവർക്കുണ്ടായിരുന്നത്. വിസ കാലാവധി കഴിഞ്ഞതോടെ ആദ്യം താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും ഇറക്കി വിട്ടു. ഇവിടെ നിന്നും നമ്മൾ ആ ഹോട്ടലിൽ നിന്നും ഇറക്കി വിട്ട് നമ്മൾ രാവിലെ അവരൊരു 10 മണിയാകുമ്പോൾ ആ ഹോട്ടലിൽ നമ്മൾ ഇറക്കി വിട്ടു. വൈകിട്ട് 6 മണി വരേക്ക് നമ്മൾ റോഡിൽ തന്നെയാണ് എല്ലാവരും ബാഗും വെച്ച് റോഡിൽ തന്നെയാണ് ഇരുന്നത്. ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ ഒന്നിനോ നമ്മുടെ കയ്യിൽ പോലും കാശില്ലാത്ത ഒരവസ്ഥയായിരുന്നു അന്ന്. തിരിച്ചടുത്ത് വേറൊരു ഹോട്ടലിൽ കൊണ്ട് ഇപ്പൊ താമസിപ്പിച്ചിരിക്കുകയാണ്. ഈ ഹോട്ടലിൽ നമ്മൾ വന്നിട്ട് ഏതാണ്ട് 1 മാസത്തിന് മേളിലായി. 30-ാം തീയതി വിസ തീർന്നു. നമ്മൾ കിർഗിസ്ഥാനിൽ പോകാനുള്ളതാണ് വിസ. അവിടുത്തെ ദിവസം 30-ാം തീയതി തീർന്നു. ഇതുവരെയും വിസയെ അടിച്ച് നമുക്ക് തന്നിട്ടില്ല. കരുതിയ പണമെല്ലാം തീർന്നു. ഭക്ഷണത്തിന് വീട്ടുകാരാണ് പണം അയച്ചു കൊടുക്കുന്നത്. ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇല്ല. അത്രയ്ക്ക് അവസ്ഥയിലാണ്. വീട്ടുകാർ അയച്ചു തരുന്ന പൈസ ഇവിടെ അയച്ചു കൊടുത്ത് ഓരോരുത്തർ അങ്ങനെയാണ് കഴിക്കുന്നത്. അതും ഇവിടുത്തെ സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. ഒരു ദിവസം ഒരു ബിസ്ക്കറ്റ് വാങ്ങി 3 നേരമായിട്ടാണ് കഴിക്കുന്നത്. കിർഗിസ്ഥാനിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ മാസം 50,000 രൂപ ശമ്പളവും ഓവർ ടൈം ജോലിയും ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ആളുകളിൽ നിന്നും പടന്തലാമൂട്ടിലെ സ്കൈനെറ്റ് ട്രാവൽ ഏജൻസി വാങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ് ഏജൻസി. കളിക്കാവിള പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ കൂലിപ്പടിയതാണ്. എന്റെ മോനിന്ന് ഞാൻ 2000 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവൻ കഴിയുന്ന സമയം എങ്ങനെയെങ്കിലും എന്റെ മോനെ ഈ നാട്ടിലെത്തിച്ചാൽ മതി. എന്റെ പണി വേണ്ട. തിരുവനന്തപുരത്ത് നിന്നും അരുൺ എസ് ആറിനൊപ്പം അജീഷ് കുമാർ, 24.